വിവേകാനന്ദ വിദ്യാലയവും ജപ്പാൻ കരാട്ടെ സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് സെമിനാർ സംഘടിപ്പിച്ചു. സ്കൂളിൽ കരാട്ടെ പരിശീലിക്കുന്ന കുട്ടികളുടെ കളർ ബെൽറ്റ് ഗ്രേഡിംഗിന്റെ ഭാഗമായി നടന്ന ബെൽറ്റ് അവാർഡിംഗ് സെറിമണിയോടനുബന്ധിച്ച് ജീവിതമാണ് ലഹരി എന്ന സന്ദേശം ഉയർത്തി വിമുക്തി മിഷൻ എറണാകുളം ഡിവിഷൻ മെന്ററും കോതമംഗലം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറുമായ KS ഇബ്രാഹിം സെമിനാർ ഉദ്ഘാടനം ചെയ്ത് വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. അവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം, മറഡോണയുടെ ഡോക്ടർ മരണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടും ഒരു കേസ് നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ കാലത്ത്. കാരണം നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ ഒരുപക്ഷെ നിങ്ങളെ ചതിച്ചേക്കാം. നിങ്ങളെ ബെസ്റ്റിയായിട്ടും ഫ്രണ്ടായിട്ടും ചങ്കായിട്ടും റോയായിട്ടും ഒക്കെ 8ലും 9ലും 10ലും 11ലൊക്കെ പഠിക്കുമ്പോൾ വന്ന് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോകും. മറഡോണയുടെ ഡോക്ടർ നടത്തുന്ന കേസ് മറഡോണ ലഹരി ഉപയോഗിച്ചത് അറിഞ്ഞല്ല, ഏതോ കൂട്ടുകാരൻ പറ്റിച്ചതാണ് അറിയാതെ. അതുകൊണ്ട് പരിചയമില്ലാത്ത ഒരു മിഠായി പോലും മേടിച്ച് കഴിക്കരുത്. നല്ല പരിചയമുള്ള ഉറപ്പുണ്ട്. ഒരു മിഠായി കഴിച്ചില്ല എന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ? പറ്റില്ല. പക്ഷെ ഒരു മിഠായി കഴിച്ചതിന്റെ പേരിൽ ആശുപത്രിയിലാക്കിയിരിക്കുന്ന കുറെ കുട്ടികളുണ്ട്. എനിക്ക് അവിടെ കൗൺസിലിംഗ് സെന്ററിൽ കൊണ്ടുവന്നു. ഒരു മിഠായി അവർ കഴിച്ചോളൂ, ഒരു ജ്യൂസാണ്, ഒരു ഐസ്ക്രീം അവർ കഴിച്ചോളൂ പരിചയമില്ലാത്ത. സ്കൂൾ ബോർഡ് സെക്രട്ടറി അനിൽ ഞാളുമടം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ദേവി മുരളി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സെമിനാറിനോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന കളർ ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ മികവ് തെളിയിച്ച കരാട്ടെ വിദ്യാർത്ഥികൾക്കുള്ള ബെൽറ്റ് അവാർഡ് ദാനം എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഭരണസമിതി അംഗവും ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ കൺവീനറും ജപ്പാൻ കരാട്ടെ സെന്ററിന്റെ ടെക്നിക്കൽ ഡയറക്ടറുമായ ജോയി പോൾ നിർവഹിച്ചു. അമ്മു ശ്രീരാഗ്, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ജിമ്മി ജോസഫ്, നിഷ ചന്ദ്രൻ, അമയ സന്ദീപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.